നല്ലതാണ്. 500 ഗ്രാം ക്യാരറ്റ് തൊലി ചെത്തി നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഉരുളിക്കകത്ത് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിട്ട് കഴിഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് അതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. കാരണം ഇതിനൊരു പച്ച സ്മെല്ലുണ്ടാവും, ഒരു എർത്തി ഫ്ലേവർ, അതൊന്ന് മാറണം. അതിനുശേഷം ഫുൾ ഫാറ്റ് മിൽക്ക് 400 ml ഒഴിച്ച് നല്ല രീതിയിൽ തിളപ്പിക്കണം. ഈ ക്യാരറ്റ് കുക്കായി വരുന്ന പരുവത്ത് നമ്മൾ ഇതിനകത്ത് മിൽക്ക് ഓയ ഇടാൻ പോവുക. അൺസ്വീറ്റൻ പഞ്ചസാര ഇടാത്ത ഒരു മിൽക്ക് ഓയ ഇട്ട് ജസ്റ്റ് വീണ്ടും നമ്മൾ ഇളക്കണം. കാരണം ഇത് നമുക്കൊരു ഹൽവ കൺസിസ്റ്റൻസിയിൽ വരണം. അതുകൊണ്ട് നല്ല രീതിയിൽ ഇളക്കി ഇങ്ങനെ തിക്കാക്കാം. ഞാൻ 500 ഗ്രാം ക്യാരറ്റിന് ഞാൻ 125 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതലാവാം, 150 ഗ്രാം വരെ നമുക്ക് പോവാം. മധുരം ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ 150 ഗ്രാം ഇടാം. ഈ സമയത്ത് നമ്മൾ ഈ പഞ്ചസാര ഇതിന് ഇടാൻ പോവാം. ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. പഞ്ചസാര ഇട്ടതിന് ശേഷം വീണ്ടും ഈ സാധനം വെള്ളം പോലാവും. എന്നിട്ട് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ കുറുക്കിയെടുക്കണം. ശരിക്കും ഒരു പായസത്തിൻ്റെ പരുവാണ്. പായസം ആകുമ്പോഴേക്കും നല്ല കുറുക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ കുറുകി വരുമ്പോഴത്തേക്ക് ഏലക്കാപ്പൊടി, നട്ട്സ്, പിന്നെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ഉണ്ടായി കഴിഞ്ഞാലില്ലേ എൻ്റെ അമ്മ ഒടുക്കത്തെ